കോഴിക്കോട് കുറ്റ്യാടിയിൽ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ, രമേശിൻ്റെ വീട്ടിലാണ് 5 പാമ്പുകളെ കണ്ടെത്തിയത്. 5ഉം വെള്ളിക്കട്ടന, അതായത് ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടനെയാണ് കണ്ടെത്തിയത്. ഈ നിൽക്കുന്നത് ഇപ്പോൾ ഈ വീട് പണി കഴിഞ്ഞിട്ട് 5 വർഷമായി. ഫ്ലോറിംഗ് ഒക്കെ കൃത്യമായി ഗ്രാനൈറ്റ് ഇട്ട് നല്ല മിനുസമുള്ള തറയാണ്. സാധാരണ ഈ പ്രതലത്തിലൂടെ പാമ്പുകൾ അങ്ങനെ വേഗം സഞ്ചരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ വീട് പരിശോധിക്കുമ്പോൾ പുറത്തു നിന്ന് മറ്റേതെങ്കിലും വഴിയിലൂടെ പാമ്പ് വരാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ചേച്ചി എപ്പോഴാണ് പാമ്പിനെ കാണുന്നത്, എവിടെ കാണുന്നത്? രാവിലെ ഒരു 8:30 മണിയോടെയാണ് ഫസ്റ്റ് കണ്ടത്. ഞങ്ങൾ ഇവിടെയാണ്, ഈ ബെഡ്റൂമിലാണ് കണ്ടത്. മക്കൾ ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഉറക്കം തെളിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ബെഡ് എന്ത് ചെയ്ത്, മക്കൾ എഴുന്നേറ്റ ശേഷം ബെഡ് കാറ്റിയിട്ടതാണ്. അന്നേരമാണ് അടിയിൽ ഫസ്റ്റ് കാണുന്നത്. കുട്ടികൾ കിടക്കുന്നിടത്ത് തന്നെ കിടക്കുന്നിടത്ത് തലവെക്കുന്ന ഭാഗത്താണ് കണ്ടത്. എന്തോ ഭാഗ്യത്തിന് ആ മക്കളെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. 2 വയസ്സുള്ള 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും 1 വയസ്സുള്ള ഒരു മോനുമാണ്. പിന്നെ എപ്പോഴായിരുന്നു? പിന്നെ വൈകിട്ട് 4 മണിയോടെ രണ്ടാമത് കാണുന്നത്. അതിന്റെ മുന്നേ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വീടും പരിസരവും എല്ലാം മൊത്തത്തിൽ നോക്കി, ഒന്നും കണ്ടില്ല. ഒട്ടാകെ നോക്കിയതാണ്, ബെഡിന്റെ അടിയിലും പിന്നെ എല്ലായിടെയും നോക്കിയതാണ്. അന്നേരം ഒന്നും കണ്ടിട്ടില്ല. അന്നേരം 4 മണിയോടെ രണ്ടാമത് കാണുന്നത്. അത് മോള് ബാത്റൂമിൽ പോകുന്ന സമയത്താണ് കണ്ടത്. മോളാകെ പേടിച്ച് പോയിട്ട് പിന്നെ അന്നേരം ഞാൻ എന്ത് ചെയ്ത് വീടും പരിസരം പിന്നെയും നോക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടിയിട്ട്. പിന്നെ കാണുന്ന രാത്രി 7 മണിക്കാണ്. പിന്നെ അപ്പം നാട്ടുകാരെല്ലാവരും വന്നിക്ക്, എല്ലാവരും സജ്ജീകരണങ്ങളോടെ പിന്നെ നോക്കി, വീടും പരിസരം നോക്കി. അന്നേരം പിന്നെയും 3 എണ്ണത്തിനെ പിന്നെയും കണ്ടത്. 5 പാമ്പുകളെ, ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടനെ 5 എണ്ണത്തിനെ കണ്ട വീടാണ്. എന്താണ് ഭീതി ഇല്ല ഇവിടെ നിൽക്കാൻ? തീർച്ചയായിട്ടും ഇതെൻ്റെ മോനാണ്. 1 വയസ്സ് പോലും 1 വയസ്സായിട്ടേ ഉള്ളൂ. ഈ കുട്ടിക്ക് പാമ്പാണോ എന്താണോ എന്ന് അറിയാൻ പറ്റാത്തതാണ്. എന്തായാലും ദൈവത്തിൻ്റെ എന്തോ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടത്. കണ്ടതന്നെ, ബാത്റൂമിലും കണ്ട്, റൂമിലും കണ്ട്. തന്നെ പഞ്ചായത്ത് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ വാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തം വാർഡ് പിന്നെ എല്ലാ വീടുകളും ശുചീകരിച്ചു, പൊതുസ്ഥലങ്ങളൊക്കെ ശുചീകരണത്തിന് വിധേയമായി. ഇപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാലറിയാം, ഈ വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാക്കി വെച്ചതാണ്. പക്ഷേ ഇവിടെ ഈ ചൂട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കനാല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തണുപ്പ് ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പാമ്പുകൾ വസിക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. എന്തായാലും രമേശ് ചേട്ടാ, ഇപ്പോൾ ഈ പാമ്പ് വന്നിട്ടുണ്ടാവുക, നമ്മൾ നോക്കുമ്പോൾ ജനലുകളൊക്കെ അടച്ചിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായത്. എങ്ങനെയായിരിക്കും പാമ്പ് വന്നിട്ടുണ്ടാവുക? എങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല. ഫ്രണ്ട് കൂടി ആകാനാണ് വേറൊരു ഹോൾസായിട്ട് കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ മുറ്റത്ത്? ഞാൻ സിറ്റ് ഔട്ടിലൂടെ ഇത്രയും പാമ്പുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലേ? അങ്ങനെ ശ്രദ്ധപ്പെട്ടില്ല അല്ലേ? ശ്രദ്ധപ്പെട്ടില്ല. അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് തന്നെയാണ്, മറ്റുള്ള എവിടെയും ഹോളായിട്ടൊന്നും ഇല്ല. നമ്മൾ പരിശോധിക്കുമ്പോഴും തന്നെ ഇത് ഇവിടെ പിന്നെ ജനലുകൾ തുറന്നു കിടക്കുന്നില്ല. അതുപോലെ തന്നെ അതിപ്പോൾ അടച്ചതല്ല എന്നവർ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ജനൽ അടച്ചിട്ടാണ്. മറ്റേതെങ്കിലും ഒരു ഹോളോ മറ്റൊന്നും ഉള്ളിലേക്ക് പാമ്പ് കയറാനായിട്ട് ആരും പരിശോധിച്ചിട്ടും നാട്ടുകാരുടെ തെരച്ചിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഈ സിറ്റ് ഔട്ടിലൂടെ ഇത്ര ദൂരത്തേക്ക് പാമ്പ് എഴഞ്ഞു വരണമെങ്കിൽ ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം നല്ല നിലയിൽ മിനുസമുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള പണി പൂർത്തീകരിച്ചിട്ടുള്ള പാമ്പ് വരാൻ അങ്ങനെ ഭൗതികമായിട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാണാത്തൊരു വീട് കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ 5 വെള്ളിക്കട്ടനെ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താണ് പദ്ധതി, എന്താ പ്ലാൻ? ഇപ്പം വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ നന്നാക്കാനൊന്നും ഇല്ല. എന്നാലും ഞാനും എൻ്റെ ഭാര്യയും മക്കളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയൊന്നും ഇല്ല. എന്നാലും ഒരു പേടി കൊണ്ട് സിമെൻ്റൊക്കെ കൂട്ടി മുറ്റത്ത് വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഹോളിൻ്റെ അത് അടക്കണം. അങ്ങനത്തെ പണിയെല്ലാം ചെയ്യുന്നത്. തീർച്ചയായും വലിയ ഭീതിയിലാണ്. വെള്ളിക്കട്ടൻ പോലെയുള്ള ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ 5 പാമ്പുകൾ, അതും കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂമിനകത്തു നിന്നും ബാത്റൂമിൽ നിന്നും ഒട്ടും ശ്രദ്ധിക്കാത്ത ഹോളിൽ നിന്നൊക്കെ ഇങ്ങനെ പാമ്പിനെ കണ്ടെത്തിയെന്ന ഭീതി ഇപ്പോഴും ഈ വീട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല. വലിയ പ്രയാസത്തിലാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ എല്ലാ തരത്തിലും പൂർത്തീകരിച്ചിരുന്നു എന്നാണ് വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ പ്രയാസത്തിലാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാമ്പുകൾ തണുപ്പ് തേടിയാണ് ഈ വീടിനകത്തേക്കും ബാത്റൂമിലേക്കൊക്കെ വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരും അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇതാണ് ഇപ്പോൾ ഈ അനുഭവങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 2 പേർക്ക് പാമ്പ് കടി ഏറ്റു. അതുകൂടാതെ ഒരു വീട്ടിൽ നിന്ന് 5 പാമ്പുകളെ കണ്ടെത്തി. അതും ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ 3 കേസിലെയും ഏറ്റവും ആശ്വാസകരമായ കാര്യം. ക്യാമറ പേഴ്സൺ നിഖിലിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.